വീണ്ടും അബുദാബി എയർപോർട്ടിലെത്തി. ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഇത് എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലാണ്. അതിന് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ E4 ഗേറ്റിലേക്ക് പോവാണ്. വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് പേപ്പർലെസ് ആയിട്ട് തന്നെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എല്ലാവരും വന്നു കഴിഞ്ഞു. ഇന്ത്യൻ സമയം 11:27. ഇവിടുത്തെ സമയം 11 മണിക്ക് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ബസ്സുണ്ട്. ആ ബസ് കയറി ഞങ്ങൾ താമസസ്ഥലത്തേക്ക് പോകും. താമസസ്ഥലത്തേക്ക് പോകും. വേറെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, ചെറിയ എയർപോർട്ടാണ്. അത്ര തിരക്കുള്ള ഫ്ലൈറ്റൊന്നുമില്ല. ഇപ്പോൾ ആവശ്യമില്ല. പുറത്തുനിന്ന് മാറും. ഫോൺ ഓഫായി പോയി. സമർഖണ്ഡ് അറൈവൽ. വെൽക്കം ടു നല്ല ഹോട്ടലല്ലേ. വെൽക്കം ടു സമർഖണ്ഡ്. വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകും. അങ്ങനെ സമർഖണ്ഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ കാത്തുനിന്ന ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഗ്രൂപ്പിലെ എല്ലാവരെയും പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. 6 പേര് ദുബായിൽ നിന്നും ബാക്കിയുള്ളവർ അബുദാബിയിൽ നിന്നുമാണ് ഈ യാത്രയിൽ ചേർന്നിട്ടുള്ളത്. വളരെ പ്രസൻ്റായ ഒരു കാലാവസ്ഥയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി ബസ്സിൽ കയറി ഞങ്ങളെ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം ലീഡർ ശ്രീ റഷീദ് ഇന്നത്തെ പരിപാടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ബസ്സിൽ നിന്ന് നൽകുന്നുണ്ട്. ശിശിരകാലത്തിൻ്റെ തുടക്കത്തിലേക്കാണ് ഞങ്ങളിവിടെ വന്നിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശിശിരകാലത്തെ വരവേൽക്കാനായി പോപ്പുലർ മരങ്ങളൊക്കെ തന്നെ ഇലപൊഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു മഞ്ഞ കളറും അതിൻ്റെ ഒരു പ്രസരിപ്പും ഒക്കെ തന്നെ എല്ലാ കാഴ്ചകളിലുമുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പം ഇന്ന് കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും ഇന്ന് അതിനെ പോകേണ്ട സമയത്തെക്കുറിച്ചും ഒക്കെ തന്നെ, അതോടൊപ്പം തന്നെ സമർഖണ്ഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചെറു വിവരണവും ബസ്സിൽ വെച്ച് ശ്രീ റഷീദ് നൽകുന്നുണ്ട്. അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒന്നിച്ചുള്ള ബ്രഞ്ച് ആണ് ഇന്ന് കഴിക്കേണ്ടത്. ചെന്ന് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം സമയത്ത് ആയതുകൊണ്ട് ലഞ്ചും കൂടെ അതിൻ്റെ കൂടെ തീർത്തിട്ട് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് പറയുന്ന ഇവിടുത്തെ ഈ സമർഖണ്ഡിൽ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടമുണ്ട്. അത് ശരിക്കും പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ ഇവിടുന്ന് ആളുകൾ വന്ന ഒരു കാലത്ത് അവരുണ്ടാക്കിയ ഭരണസിരാ കേന്ദ്രമാണ്. അതായത് അമീർ തൈമൂർ ഉണ്ടാക്കിയ ഭരണസിരാ കേന്ദ്രമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ടിട്ട് വൈകുന്നേരം രേഗിസ്ഥാനിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. നമ്മളീ പോകുന്ന ആ ഒരു ഏരിയയിൽ തന്നെ കുറേ നടന്ന് കാണാനുള്ള കാഴ്ചകൾ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഉള്ളത്. രേഗിസ്ഥാനിലെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോവും കഴിഞ്ഞ് നമ്മൾ രാത്രി ഹോട്ടലിലേക്ക് വരും.
അപ്പൊ ഉച്ചക്കുള്ള ഈ ഭക്ഷണം ഇപ്പൊ ഹോട്ടലിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു സജഷനാണ്, വൈകുന്നേരം ഒരു 6-7 മണി സമയത്ത് ഡിന്നർ കഴിക്കുന്നതായിരിക്കും നന്നാവുക. അതിൻ്റെ ഇടയിൽ ലഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ സമയം കാണില്ല എന്നൊരു സജഷനാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് ബേസിക്കലി പറയാനുള്ളത്. ബാക്കി ഞാൻ അതാത് സമയങ്ങളിൽ വണ്ടിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. നല്ല ക്ലൈമറ്റാണ്. എയർപോർട്ടിൽ നിന്നുള്ള വഴികളൊക്കെ എന്ന് പറയുന്നത് നല്ല മനോഹരമായ വഴികളും ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ചുറ്റും കാണുന്നത്. ഒരു 17-18 ഡിഗ്രി ചൂടുണ്ടാവും. ഇന്ത്യൻ ടൈമുമായിട്ട് അരമണിക്കൂർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല പല വാക്കുകളൊക്കെ തന്നെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് പലയിടത്തും എഴുതി കണ്ടത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ബ്രഞ്ച് കഴിച്ചു ഹോട്ടലിൽ നിന്ന്. ഇനി നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ് ഇന്നത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. വളരെ നല്ല റൂമും നല്ല ആംബിയൻസും ഒക്കെയാണ്, നല്ല ക്ലൈമറ്റാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പം ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കട്ടെ, ബാക്കി കൂടെയുള്ള മറ്റൊരു കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ആ സമയത്തേക്കാൾ അതിന് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന സമർക്കന്ത് റെയിൽവേ സ്റ്റേഷൻ. റഷ്യൻ ഗവൺമെൻറ് ആധിപത്യമുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള USSRയുടെ കാലത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളെ വലതുഭാഗത്ത് കാണുന്നത്. ഇവിടുന്ന് നമ്മളിപ്പോൾ ബുഖാറയിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളത് വൈകുന്നേരം കയറിയിട്ട് ഏകദേശം രാത്രി 9 മണിക്ക് കയറി, 4 മണിക്ക് കയറിയിട്ട് ബുഖാറയിൽ. സമർക്കന്തിലേക്ക് ബുഖാറയിൽ നിന്നും രാത്രി കയറിയിട്ട് പിറ്റേന്ന് രാവിലെ എത്തി. അത്രയും ഓടാൻ ഉണ്ട് പല സിറ്റികൾ തമ്മിൽ. ഒരുപാട് മനോഹരമായ സിറ്റി. നമ്മൾ ഷാജഹാൻ ചക്രവർത്തിയുടെയും അക്ബർ ചക്രവർത്തിയുടെയും തൈമൂറിൻ്റെയും അതേപോലെ തന്നെ ഉമർ ഗുലാലിൻ്റെയും അതേപോലെ ഉലൂഗ് ബേഗിൻ്റെയും. ഉലൂഗ് ബേഗ് എന്ന് പറയുന്നത് ചക്രവർത്തിയായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അമീർ തൈമൂറിൻ്റെ പേരക്കുട്ടിയാണ് അത് ഉലൂഗ് ബേഗ്. അദ്ദേഹം വർഷങ്ങളോളം നമ്മളിതിപ്പോൾ കാണാൻ പോകുന്നത് അവിടെയാണ്. അവിടെ ഇപ്പോൾ എല്ലാവരും ലക്ഷങ്ങൾ കൊണ്ടാണ് കളിക്കുന്നത്. ഒരു $100 മാറ്റിയപ്പം 5,50,000. $100 $12,10,000 കൊണ്ടിവിടെ അമ്മാനാടുക 6 ആടുകയാണ് ലക്ഷങ്ങൾ കൊണ്ട്. 50,000 സോം. ഇത് 1 lakh. 1 lakh അല്ല ഇത് 1 lakh. 1 lakhന്റെ സോമാണ്. 10,000 സോമ്. $100 12 lakh 10,000. $100 12 lakhs 10,000 rupees ആണ്. അമ്പോ 12,10,000 സോമ്. 12,00,000. യൂറോപ്യൻ സ്റ്റൈലിലുള്ള സിറ്റികളാണ്. ഇത് ട്രാമിൻ്റെ പാതയാണ് ഈ കാണുന്നത്. റോഡിൽ കൂടെ ട്രാമുണ്ട്, ട്രാമിൻ്റെ പാതയുണ്ട്. ആ ട്രാമുണ്ട്.
ബീബി ഖാൻ എന്ന് പറഞ്ഞൊരു കാര്യം കാണാനാണ് പോകുന്നത്. തിമൂറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചു നൽകിയ സൗധത്തിനെ കുറിച്ചാണ് കാണുന്നത്. ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ ഉണ്ടാക്കിയ പോലെ തന്നെ തിമൂർ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സൗധമാണ് ബീബി ഖാൻ എന്നാണ്. അവിടുത്തെ ചുറ്റുമതിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ചുറ്റുമതിലാണെന്നാണ് അറിയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടീം കോർഡിനേറ്റർ. അദ്ദേഹം പിന്നെ കുറ്റ്യാടി വേളത്താണ്. നമ്മുടെ സുഹൃത്തും കൂടെയാണ്. ഇപ്പം അദ്ദേഹമാണ് ഈ ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഗൈഡൻസും നൽകുന്നത്. ആയിരത്തി 399 ഇന്ത്യയിലേക്കുള്ള പടയോട്ടത്തിൻ്റെ അവസാനം തൈമൂർ അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരമായ സമർഖണ്ഡിൽ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. പക്ഷേ 1404 പടയോട്ടങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തൃപ്തി വരാത്തതിനാൽ നിരവധി സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവരികയും ആയത് നിർമ്മിതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്തു. തിമൂറിന്റെ ഭാര്യയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ബിബിഖാനത്തിന്റെ അടുത്ത് തന്നെയുള്ള രേഗിസ്ഥാൻ എന്ന സ്ഥലത്താണ്. പുരാതന സിൽക്ക് റൂട്ടിലെ ഏറ്റവും പ്രധാന കേന്ദ്രമായിരുന്ന രേഗിസ്ഥാനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ.